മാത്സ് ആരോഗ്യ ഒന്നും എത്ര 3 അല്ലേ 11 സോറിനെ പറ്റി അജു ഇന്നലെ അത്രയും ഞാൻ ചോദിച്ചാൽ വരാടെ എന്തെങ്കിലും വേണ്ട അപ്പോൾ ഒരുത്തരും ഗ്രൂപ്പിലാണെങ്കിൽ ഒരുത്തരും വളർത്തുള്ള പിന്നെ നമ്മൾ ചെയ്ത് കൊള്ളാതെ അതിന് കിട്ടും. എന്താ പറയാനല്ലേ എന്താ പറയാൻ അടിപൊളി നോമ്പ് വെച്ചിക്കണതാണ്. എത്ര നോമ്പായി? A few moments later. ക്യാമറ പാമ്പടിച്ചു ചെയ്തൊക്കെ പെടില്ലോ. നമ്മളെന്താ ചെയ്തോക്കെ ഫുഡ് കമ്മിറ്റി പോരാ, വള്ള കമ്മിറ്റി പോരാ. ഈ ഇരുന്ന് തിന്നത് ശരിയായില്ല. അത് അടിയിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ മേൽക്ക് ഇങ്ങനെ കൊണ്ടുവരണേ. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും കൂടി നാട്ടിലെല്ലാവരും ചെക്കന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാണ്ട് ഒരു നോമ്പ് തറ വെക്കാനുള്ള പ്ലാനാണ്. ഇപ്പൊ നമ്മൾ ആശിക്കിൻ്റെയോടാണ് ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് ഈ സംഭവമൊക്കെ ഞങ്ങൾ വൈകുന്നേരം കൊണ്ടാണ് സെറ്റ് ആക്കിയതാണ്. ഒന്നുകൊണ്ട് അപ്പൊ അതിന്റെ വിഷയമാണ് കണ്ടാലോ. അവിടെ ഒന്നും കഴിഞ്ഞില്ല. എല്ലാ ക്ലിപ്പിൽ തന്നെ പോകണ്ടപ്പോ എങ്ങനെ വീട് ഇല്ലല്ലോ, ബ്ലോഗ് ഇല്ലല്ലേ. ഈ വീഡിയോ എടുത്തൊന്ന് മാറി കാട്ടില്ല പണി മാമോ അതാരോ നോണാണ് മതി മാനോ. ഇതൊണ്ടൊക്കെ എത്താവും ജ്യൂസ് മേക്കറുണ്ടോ? വെള്ളം വേണല്ലോ. പാല് കുട്ടിക്ക് ചെങ്ങായിമാരൊന്നും കാണിച്ചു കൊടുത്താൽ അവിടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. വീഡിയോ എടുക്കാൻ ഞാനുണ്ട്. എന്റെ ഫോൺ ആട്ടെ കാട്ടിയില്ലേ അതൊക്കെ നമ്മളെ നോമ്പ് തുറന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാരോട് പണിയെടുക്കുക, കുറെ ആൾക്കാർ ഇവിടെ പെസ് കളിച്ച. ഇതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. നോമ്പ് പറ്റാണ്ട് അവനാണ് ഈ കുട്ടികളെ കേടത്തുണ്ട്. നോമ്പ് പറ്റാണ്ട് പെസ് അതൊക്കെ ഒന്ന് കാണണം യൂട്യൂബിൽ വരുമ്പോ. അവിടെ തെറിയും കഴിച്ചണേരെ കൊണ്ട് ഇവിടെ പെസ് കളിച്ചിട്ടുണ്ടല്ലേ. ഞാൻ നോക്കണ്ടേ കണ്ടോ? ഞാൻ മാത്രം പിന്നെ കാണൂല. ഞാൻ പിന്നെ ആരും കാണാൻ വേണ്ടി കൊണ്ടല്ലേ പള്ളിയൊക്കെ വരലുണ്ട. അവിടെ ഒരു ഭാഗത്ത് ജ്യൂസ് അടി നടന്നുകൊണ്ടിരിക്കണ്. ജ്യൂസ് അടിക്കുന്നത് ഷിബിലി, ജ്യൂസ് മാസ്റ്റർ ഷിബിലി. സപ്പോർട്ടിന് ആഷിഖും അജു. നാണി എന്തോ ചംച്ചുകാണ്ടി വരുന്നുണ്ട്. എന്താ അറിയില്ല. നമ്മളെ കണ്ടപ്പോ മാറി നോക്കും. ചംച്ചുകാണ്ടി വരുന്നുണ്ട്. ആ മൂത്ത് എന്തോ മുട്ടോപ്സ് ഉണ്ട് മൂത്ത്. ക്ഷമാമാട്ടെ നമ്മൾ അടിക്കണ്ടേ? ക്ഷമാമാടെ കാണിച്ചോളൂ. ഈ വല്ല പോത്ത കിടല ക്ഷമ. സമയമുള്ളൂ. അല്ലടാ നമ്മളെ പൊരിഞ്ഞെന്തായി ഒരു ഞാൻ ഇത് സോലിനെ ഇട്ടിട്ടുണ്ടോ അവര് പറഞ്ഞു? എന്താ പറയുക? നമുക്ക് അടിയുണ്ടാക്കാം. സോലിനെ പറ്റി അജു ബനും ശരി എന്തൊക്കെ പറഞ്ഞു.
ഇന്ന് നോമ്പുറായി ഇവിടെ അടിയാവും കൂട്ടടി കൊണ്ടോണ്ടേ നോക്കിയോളി അതിങ്ങനെ തളികീന കൊണ്ട് തളികീന കൊടുക്കുക അവിടെ യൂട്യൂബിലത്തെ ഇല്ല 10 സെക്കൻഡ് ഗൈസ് ഞാൻ അന്നിനകത്ത് തെറ്റില്ലേ ചോദിച്ചപ്പോ തൊള്ളർന്ന് പറയണം അല്ലാതെ ഭർത്താവ് ഒരു കാരണം ഞാൻ തൊള്ളർന്ന് ഇന്നലെ അത്രയും ഞാൻ ചോദിച്ച പരിപാടി എന്തൊക്കെ വേണ്ട അപ്പോൾ ഒരുത്തരും ഗ്രൂപ്പിലാണെങ്കിലും ഒരുത്തരും തൊള്ളറക്കണില്ല പിന്നെ നമ്മൾ ചെയ്ത് കൊള്ളായാൽ അതിന് കുറ്റും ഇല്ല അല്ല പരിപാടി നടത്തുന്നത് എല്ലാവരും തീരുമാനം എടുത്തുകൊണ്ട് അതിന്റെ രീതി ഇങ്ങനെ പോകണം അതെ ഫുള്ള് വെള്ളം വരാണ് നോമ്പ് വെച്ചിക്കണതാണ്. എത്ര നോമ്പായി? ഫുള്ള് മാറ്റാ. എത്ര നോമ്പ് വെച്ചോ? 8 എത്ര 2.5 ഒഴിവാക്കിയാ? അതെന്താ എന്ത് സാഹചര്യം? ഓ പൈച്ചിട്ടേ നോമ്പറഞ്ഞു ചോറ് തന്നീ നേരത്തെ ഓ ശ്യാമരെത്തി ശ്യാമർ ഇട്ടെടുത്ത് മാവ് എണ്ണി നിക്ക തോന്നുന്നു. ഞാൻ എണ്ണൂല ഇന്നിപ്പോ കംബാക്കിലാണ്. ഓ രഞ്ജ് നിന്നില്ല. എന്റെ പേരുതാ എന്ത്? അഫാൻ. എന്റെ കാക്കാന്റെ പേര് ഇങ്ങനൊക്കെ കൊറേ ഗോൾഡ്. നൂനോ എത്രയില പഠിച്ചിട്ടുണ്ട്? എവിടാ? ശരണ്യ ടീച്ചറോ? ഇതൊരു പാട്ടാടോ? പാട്ടറിയില്ല? സ്കൂളിലെന്താ പഠിപ്പിച്ചല്ലേ? മാത്സ് അറിയോ എനിക്ക്? 1 1 എത്ര? 3 അല്ലേ? 11 ശരിയല്ലേ? ശരിയാണ്. 1 1 11. എന്നാരാ പഠിപ്പിച്ചു തരണേ? എന്റെ മാത്സിന്റെ ടീച്ചർ ആരാ? എന്താ ശരണ്യ ടീച്ചറോ? എവിടെ? പുറത്തെ LP പുറത്തെ സ്കൂളാ? അങ്ങാടിത്തെ സ്കൂളാ? സീനാട്ടോ. ഇതിലെ പരിപാടി നമ്മള് പ്രതീക്ഷിക്കാതെ വിസാറിന് നടന്നു. നമ്മൾ പിന്നത്തെ വീഡിയോ വരുന്നുണ്ട്. അത് കാണാൻ ഉള്ളിയാണ്
നല്ല പുളി ഉണ്ടോ വെള്ളം മാറാൻ മാത്രം പുളി മധുരം കുറവാണ് നോമ്പ് പറ്റിട്ടില്ലല്ലേ അവിടെ മതിയോ വളഞ്ഞു വെക്കാം പച്ചള വെക്കാം ആദ്യമൊക്കെ അതുണ്ട് പോലെ ആൾക്കാരാ മധുരം നോക്കാനേ മധുരം നോക്കാനേ കൊണ്ടു ചെല്ലടാ നോമ്പിൽ എന്നിട്ട് ഇങ്ങനെ വല്ല മൂലൊക്കെ വയ്ക്കാണ്ട് ഇതിലോ വന്നോണോ എന്താ പറയാനുള്ളേ എന്താ പറയാൻ അടിപൊളി നോമ്പ് തോറാവട്ടെ അതെന്നെ പൊട്ട ഒന്നേ സാഹചര്യം കൊണ്ട് പണിക്ക് പോകേണ്ട മനസ്സിലാണേ ഇന്നൊരു ദിവസം പോയി പട്ടിപ്പണി നിങ്ങൾക്ക് മറ്റേ അതി കുത്താത്ത പട്ടിപ്പണി തൊണ്ട ചെമ്പ് തുറക്കാണ്ടേനി അളക്കാണ്ടേനി എന്റെ മൂട്ടിൽ പണിയെടുത്തോ എന്താ ബാങ്ക് കൊടുക്കാനായി അപ്പൊ നമ്മള് പരിപാടി ഓണായിക്കൊണ്ടിരിക്കണേ നമുക്ക് ഇവിടെ നാക്കില്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളി പണികളല്ല ഇവിടെ നിസ്കരിക്കണം കാരണം നമ്മൾ ഒരു കൂട്ടത്തിൽ നിസ്കരിക്കണം നമ്മൾ ഇതാക്കണം കാരണം നിസ്കരിക്കാത്ത കുറേ ആൾക്കാരിൽ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ കൂട്ടത്തിൽ നമ്മളായിട്ട് നിസ്കാരം ഉണ്ടായാൽ നമ്മളായിട്ട് നിസ്കാരം ഉണ്ടായാൽ അത് നന്നാവും അതുണ്ടായോണ്ട് പിന്നെയും പള്ളി പോലത്തൊക്കെ വന്നാൽ റെഡിയാവും നിസ്കാരം റെഡി ആയി വരട്ടെ ഇപ്പോൾ നമ്മളായിട്ട് നിൽക്കും തലമുറ ഇമാമുക്കാൻ ആൾക്കാരില്ല ഇമാമുക്കാൻ ആൾക്കാരില്ല അപ്പൊ ആറുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിസ്കരിക്കാം അതിന്റെ അഭിപ്രായമാണ് ഇവിടെ സാധന സൗകര്യം വൃത്തി എല്ലാം നമുക്കുണ്ട് നിസ്കാരം പറഞ്ഞപ്പോ തന്നെ ഓന്റെ ഒക്കെ മൂണ്ടാണ്ട അത് പറഞ്ഞത് പക്ഷെ എത്ര പറ്റി മൂന്നെണ്ണോ ഞങ്ങളൊക്കെ മൂന്ന് സീനല്ലേ ഞങ്ങൾ മറ്റേ ടിങ്കും മിങ്കൂടെ ടിങ്കും മിങ്കും രതീഷിന്റെ കടയിൽ നിന്ന് എടുത്തത് രതീഷിന്റെ കടയിൽ ടിങ്കും മിങ്കും അറിയാം ഞങ്ങൾക്ക് എല്ലാം കടയിൽ ഉണ്ടാവും 2 വേസ്റ്റ് ആശി കടിച്ചോ സമാമ തിരില്ല ഓ രസമുണ്ട് നാരങ്ങളാണെങ്കിലും ഷമാമാണെങ്കിലും
ബിരിയാണിയും കൂടി സെറ്റ് ആയാല് പള്ളറിന് ഇനി ചോറ് തിന്നാൻ വേണ്ടെന്നുള്ള പ്ലാനിലാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു ഇഫ്താർ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ 123456 നമ്പറാണ്ട് ഇൻസ്റ്റയില് കോണ്ടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ഇടാം. ഇൻസ്റ്റയില് സോറി ഇന്നെ കോണ്ടാക്ട് ചെയ്തോളി, ഗേൾസിനെ പെട്ടെന്ന്. പരിപാടി അതല്ല ഉഷാറായി. ഞാനൊന്നല്ല വേറെ ക്ലാസ്സില്ലേ വള്ളത്തിന് ചോർക്ക് ക്യാമറ ഓടിക്കിട്ടാ ഓ സാമൻ ഇങ്ങനെ കൊടുക്കണം. സാമൻ എല്ലാരും കൊടുക്കണം. അങ്ങനെ അങ്ങനെ തിന്നണ്ടാറ് മൂടി വിട്ടു എന്താ മോനെ തിന്നിർക്കാനല്ലേ. അതെ അപ്പൊ ഇതിപ്പോ അവിടെ ശരിയാണല്ലോ. ഛർദിക്കാനുള്ള ഒരു കാട ആരോഗ്യ അന്നൊരു കിൻഡല് അതല്ല എല്ലാരും നീച്ചു സാമ്പാർ മാത്രം. കഴിക്ക് സാമ്പാർ. കമ്മിറ്റിക്കാര് പോരാ, കമ്മിറ്റി പോരെ, ഫുഡ് കമ്മിറ്റി പോരാ, വള്ള കമ്മിറ്റി പോരാ. ആകെ നല്ലത് ലൈറ്റ് കമ്മിറ്റി ആണ്, അതാ മാത്രം നല്ലതുള്ളൂ. എന്തോ പറയാണ്ട് കൊക്കോട വിളിയാ. കൊക്കോട കമ്മിറ്റി ഉഷാറട്ടോ. ഐറ്റംസ് ഉഷാർ. ചോറ് പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാണ്ട് വെയിറ്റ് ആൻഡ് സീ. സാമ്പാർ പോസ്റ്ററിനെ പറയാം. ഓ 40 പോയാ എന്താ പോസ്റ്റർ ഇറക്കിയില്ലേ? ആ പോസ്റ്ററിന് പൈസ നമുക്ക് അത് സപ്പോസ് ആക്കിയത്. ഓ നല്ല മാന്യമായ കമ്മിറ്റി, പൈസ കറച്ചാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇവിടെ തിന്നിന് കമ്മിറ്റിനാ. ആറുന്റെ അതിന്റെ കണക്കൂല. ഒരു മനുഷ്യന്റെ മൈൻഡ് എത്ര ദിവസം ഉണ്ടാവും? എത്ര ഒരു ദിവസം കിട്ടും. ഇവര് വിദ്യാഭ്യാസം നിക്കണ്ട. അത് ഇന്റെ താഴൊക്കെ തന്നുകൊണ്ട് പൈസ ആളെ അവിടെ ഇരുന്ന് തിന്നതും പോരാ, യുവാക്കളാണ്. ഇവിടുന്ന് ഇരുന്ന് തിന്നാണ്. എന്താ കമ്മിറ്റി പോരാ, അതന്നെ പുതിയ കമ്മിറ്റിയാണ്, ഫുഡ് കമ്മിറ്റി പോരാ. നമ്മൾക്ക് കാവല്ല വലിയ ആൾക്കാര് അക്കൗണ്ടെന്നൊക്കെ പറഞ്ഞാണ് നിന്നേ. കാപ്പിപ്പൊടി പറ്റൂല, നിക്കരുതേ. A few moments later. 200 നാട്ട് റമദാൻ മാസമായിട്ട് റമദാൻ മാസമായിട്ട് കണക്കാണ് കുഴപ്പമില്ല. നോമ്പും നോൽക്കൂല. എന്നിട്ട് ഇതിന് വന്നു വീഡിയോ വിഷ്വൽ സഹിതം ഞങ്ങളെടുത്തിട്ട് കാണിച്ചു തരാം. അത് വീഡിയോ കൊള്ളാൻ വേണ്ടി എടുക്കാണ്, അല്ലെങ്കിൽ കരുണുണ്ടായിട്ടൊന്നല്ല. അവിടെ അങ്ങനെയാണോ നമ്മൾ നിസ്കാരത്തിലൊക്കെ വരാം. എന്റെ വാരം വെറുതെ തിന്നടക്കാനോ. എല്ലാരും എന്നാ ഓതൊടുക്കി നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയൊന്നുള്ളൂ കേട്ടോ.
സർപ്രൈസ് പോയി വ്ളോഗിലല്ലേ പോയി എല്ലാം പണിക്കുണ്ടല്ലോ നാളെ ഞാൻ വിൽക്കുന്നു അമ്മു നാളെ അതിന്റെ ആവശ്യമില്ല നമ്മളെ കഴിച്ചില്ല 4 വ്യൂസാകല്ലേ അന്ന് ചീരെടുക്കപ്പോ നിങ്ങൾ യൂട്യൂബിലുള്ള കാക്കല്ലേ എന്താ ചെയ്യാ മദർസന്ന് ചെറിയ കുട്ടികളല്ലേ ഇവിടെ ഈ കുട്ടികൾക്ക് ഫേമസ് ആയി ഒരു ഫോട്ടോ എടുത്താണ് ഇവിടെ മൊത്തം പാളി കിടക്കാണ് എന്താ ഉണ്ടായിരുന്നു കമ്മിറ്റിക്കാർക്ക് അറിയില്ല ശിവരിയ ഉണ്ടാവോ അല്ല അച്ചാറ് ആശിക പാത്രം ആ തട്ട് വിടുന്ന പോലെ കൂട്ടിച്ച് പോയിനി അച്ചാറ് തരാടും കാണില്ല തട്ട് വിടുന്ന പോലെ അൽഹംദുലില്ലാ നല്ല ഫുഡ് ചാടി നിക്കേ സലാമാക്കാന്റെ വൈറ്റ് റോസിലാവും പക്ഷെ സലാഡ് കഴിഞ്ഞില്ല അച്ചാർ കഴിഞ്ഞില്ല അച്ചാറ് അച്ചാറ് തൊള്ളറക്കാൻ ചിലപ്പോ പുറത്തേക്ക് വരും വളരെ മികച്ച അനുഭവമായിരുന്നു നീ ശരിക്കും യൂട്യൂബിലൂടെ മറ്റേ പബ്ലിസിസ്റ്റ് അല്ല മതി ഇര മുണിഞ്ഞ് പാമ്പായി കിടക്കണ ഞാൻ ഒരാളെ വയറിൽ കൊള്ളാത്തത്ര തിന്നിട്ട് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അതുകൊണ്ട് കെടുക്കാണ് ഇപ്പൊ ആ പള്ള കാണണം മറ്റേ ആനപ്പള്ള അയക്കണേ അവിടെ വാറ അതവിടെ വാറെടുത്ത അവിടെ എത്ര തിന്നാലും പള്ളി കാണൂല പക്ഷെ എന്നാലും കൊറേ മുണിഞ്ഞ് തിന്നുകയാണ് കണ്ട വിടർത്തിരിക്കുക റിഫാറസാക്ക് മെസ്സേജ് അയക്കണ്ട് തോന്നുന്നു അപ്പൊ നോക്കി അതറിയോ നോക്കിട്ടില്ല കൊണ്ടു ആക്കെ മനുഷ്യൻ ചെയ്യും ആ ഏത് റിഫ ഓൾക്ക് ഇരുന്ന് തിന്നത് ശരിയായില്ല അത് അടിയിന്ന് പോയിട്ട് പിന്നെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കൊണ്ടുവരണ്ടേ അടുത്തത് പാമ്പായി കണ്ടിട്ട് ഇതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല
അധ്വാനിക്കാണ് ഇത് വെറുതെ നിന്നാ പോരെ ആ അതത്രേ ഉള്ളൂ അതെ ഇങ്ങോട്ട് വാ കുറച്ച് ഒന്നും പറയാനില്ല ചെക്കനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പൊട്ടും ഇന്ത്യ ജയിച്ചു പൊട്ടും ഇന്ത്യ ഒരു 6 ഉള്ള ഒരു എണ്ണമൊക്കെ പോരാ 23 പ്രതീക്ഷിക്കും 100 എണ്ണം പറഞ്ഞു ഇത് ഞാൻ ജയിച്ചു ശ്യാമറിന് പാമ്പ് അടിച്ചോളൂ സീനയിക്കണേ അവനെ കാണിച്ചു എവിടെ ശ്യാമറ വലിയ പാമ്പ് എത്ര പാമ്പാണ് ഇങ്ങനെ നമ്മളിത് നബീനത്തിന് ഞാൻ തന്നെ ആടാ മേലെ മാർച്ചില് അടിയായത് പിന്നെ ഞങ്ങളും ഒരു പേര് അടിക്കരുത് വൈകുന്നേരം ആളിഞ്ഞില്ല അവിടെ കസാര ഇടാന് അന്ന് എന്നിട്ട് അഫീഫ് നമുക്ക് നാസ്ത അടിച്ചത് കാര്യം മറ്റേ ഫുഡ് മാച്ച് പറഞ്ഞു ഒരു പരിപാടിക്ക് ഞങ്ങൾ വരൂല അപ്പൊ നമ്മള് ആ ഉസ്താദിനെ ആലോചിച്ചാണ് പോയതാണ് അലാനെ പോലെ നിസാം ഉസ്താദിനെ അല്ലെ അറുല്ലാനാ അലാനെ പോലെ ഇനി അടുത്ത പ്രാവശ്യം എല്ലാം മസ്റ്റ് പോകും സൗദി പോട്ടാ അല്ലോ അടുത്ത പ്രാവശ്യം ഇല്ലാന്നേ ചെയ്തൊക്കെ പെടില്ലോ ആളുകളെ ഹിബില് സേഫാണ് എന്ത് ആ നമ്മളുണ്ടാവും ചെയ്തോക്കാൻ ഓട്ടർഷയിൽ ആരോ പോകണ്ടോ ആ തുമ്പയിലോ ഭാഗത്തിൽ ആരോണോ കിട്ടുക സാധനം കിട്ടൂല സംസാരിക്കാൻ പോവല്ലോ ആരും ഇത് ചെയ്തോളും കാത്തപ്പന്മാരെ